ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിതാ ഇന്ന് രാവിലെ തന്നെ മാവേലി സ്റ്റോറിൽ പോവാണ് കേട്ടോ. ഇവിടെയാണ് ഇതാ അമ്മ ജോലി ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഇന്ന് ഇവിടുന്ന് സാധനം വാങ്ങാൻ വന്നതാണ് കേട്ടോ. എല്ലാ മാസവും നമ്മളിവിടെ ഇതുപോലെ വന്ന് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട്. അമ്മ നമ്മളിനി അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അമ്മയെ കണ്ടില്ല എന്ന് വരും കേട്ടോ ഇവിടെ. കാരണം അമ്മ റിട്ടയർ ആവുകയാണ്. നീണ്ട കുറേ വർഷത്തെ ജോലി സേവനത്തിൽ നിന്ന് അമ്മ അതാ വിരമിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ചാക്ക് നിറയെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിനി എല്ലാ മാസവും ഇങ്ങനെ മാസം തോറും വന്ന അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാം കേട്ടോ. അമ്മ ഉള്ളത് കൊണ്ട് മാത്രമല്ല, സാധനങ്ങളുടെ വിലക്കുറവ് കൊണ്ടൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. പിന്നെ ഈ ഒരു ജോലി കൊണ്ടാണ് കേട്ടോ നമ്മളൊക്കെ ഇതാ ഇങ്ങനെ നിലനിന്ന് പോയതും. അമ്മയും ആ ഒരു ജോലിയൊക്കെയാണ് കേട്ടോ അതിന് ഏക കാരണം. അത് കഴിഞ്ഞ് എൻ്റെ മെഷീൻ പണി തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മെഷീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ സ്ഥിരമാണ് ആയിട്ട് ഇവിടെയാണ് വരുന്നത്. മെഷീനിൽ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ആകുമ്പോഴത്തേക്ക് ഇത്തവണ കംപ്ലൈൻ്റ് ആയത് കുറച്ച് മെഷീൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ബാക്കി ഫുൾ 90% തെറ്റും എൻ്റെ കയ്യിലാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കാരണം മെഷീൻ കേടായ പാടെ കടയിലൊന്നും കൊണ്ടുപോയി നന്നാക്കേണ്ട, ഞാൻ തന്നെ ഇത് റിപ്പയർ ചെയ്തെടുക്കാമെന്നുള്ള ധാരണയിൽ യൂട്യൂബ് വീഡിയോ കണ്ട് ഞാനങ്ങ് പണിത് നോക്കിയതാണ്. സംഭവം പണിതത് എനിക്ക് തന്നെ പണിയായി. അത് നല്ല പോലെ അങ്ങ് സ്റ്റക്കായി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അങ്ങ് പിണങ്ങിയിരിപ്പായിരുന്നു. അങ്ങനെ നമ്മളിത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോസ് കണ്ട് നമ്മളിതൊക്കെ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം അവർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പറഞ്ഞതിൽ കഴമ്പില്ല. കാരണം ചിലത് സത്യമാണ്, പറയാൻ പറ്റില്ലല്ലോ. ചില വീഡിയോസൊക്കെ എല്ലാ വീഡിയോസും നമുക്ക് ശരിയാവണമെന്നില്ല. അത് സത്യം തന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ കുറച്ച് അതിബുദ്ധിയും. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പണി അറിയാമെന്നുള്ള ആൾ കൈവച്ചപ്പോഴത്തേക്ക് മിഷൻ അങ്ങനെ ഓടി. അങ്ങനെ നമ്മൾ അടുത്ത് അവിടെ നിന്ന് ജാനുവട്ടിക്ക് ചെരുപ്പ് വാങ്ങാൻ വന്നു കേട്ടോ. ചെരുപ്പ് വാങ്ങാനായിട്ട് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ പുതുതായിട്ട് തുടങ്ങിയ ഫുഡ് വെയർ ഷോപ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് ജാനുവട്ടിക്ക് ചെരുപ്പ് വാങ്ങാൻ എത്തിയതാണ്. കണ്ടില്ലേ, എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ കൊണ്ട് അതിവിപുലമായ ഗംഭീരമായ ഒരു ഷോറൂം തന്നെയാണ് ഇവിടെയുള്ളത്. കണ്ടില്ലേ, എല്ലാ കളക്ഷൻസും ഉണ്ട്. അങ്ങനെ അതിൽ നിന്നെല്ലാം വാരി വലിച്ചിട്ട് നോക്കി അവർക്ക് അവസാനം ഒരെണ്ണം ഇഷ്ടപ്പെട്ട് അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വലിയൊരു ഫുഡ് വെയർ നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ചെരുപ്പൊക്കെ വാങ്ങി വന്നിട്ട് ഊണ് കഴിച്ചായിരുന്നു. നമുക്കത് ചിക്കനും കപ്പയും ചോറുമായിരുന്നു കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, അത് മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് റെഡിയായി നമ്മൾ അടുത്ത ഒരു യാത്ര പോവുകയാണ്. എവിടെയാണെന്ന് വഴിയേ പറയാം. ഡ്രസ്സ് കൊള്ളാമോ എന്ന് ആദ്യം പറയൂ. പാൻറ്റ് പോക്കറ്റ് ഉണ്ട് പോക്കറ്റുണ്ട്. ഇത് അനിയൻ്റെ വകയായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യും. അടുത്ത ടാസ്കിലേക്ക് കടക്കുന്നത് ജാനുട്ടിയുടെ മുടി കെട്ടലാണ് കേട്ടോ. ഞാനും ജാനുട്ടിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന കാര്യം ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൽ അവൾ തല കെട്ടത്തില്ല. അവൾക്ക് എന്നും ഒരു പോണി ടെയിലാണ്. അത് മാത്രമല്ല, എവിടെയെങ്കിലും ഒന്ന് മുടി പൊങ്ങിയിരുന്നാൽ പിന്നെ അതിൻ്റെ പേരിലടിയായി. ഇതൊക്കെയാണ് കർമ്മ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ചെറുതിലെ അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് ഇതൊന്നാണ് കേട്ടോ. എനിക്ക് മുടി കെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ടെമ്പറായി ടൈറ്റായിട്ടിരിക്കണം. അതല്ലെങ്കിൽ ഞാനും അമ്മയും തമ്മിൽ അടിയാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് തിരിച്ചടി ഉണ്ടാവും. സത്യം, ജാനുട്ടി അതാ തുമ്മി. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ എനിക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ തലയിട്ടിട്ട് പോയാൽ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. അതൊന്ന് ലൂസായി പോയാൽ പിന്നെ ഞാനും അമ്മയും കൂടെ അടിയാവും. അതിനൊക്കെ പകരമായിട്ട് ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ നമ്മൾ റെഡിയായി. ഇതാ കാറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും കാറ് കട്ടപ്പുറത്തിരിക്കുകയാണ് കേട്ടോ. കാറ് പഞ്ചറായി. നന്നാക്കാൻ ആളെ വിളിച്ചപ്പോഴത്തേക്ക് അയാളതായി പണിയും ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പോഴത്തേക്ക് നമ്മളൊരു ഓട്ടോ പിടിച്ച് പെട്ടെന്ന് പോകാമെന്ന് കരുതി. കുറേ നാളത്തേക്ക് ശേഷം നമ്മൾ നാലാളും കൂടെ ഇങ്ങനെ ഓട്ടോയിൽ പോയാണ് കേട്ടോ. ഒരുപാട് നാളായി നമ്മളിന്ന് ഓട്ടോയിൽ പോയിട്ട്. അങ്ങനെ അതിനും കുറച്ച് നാളത്തിന് ശേഷം ഒരു അവസരം കിട്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള തിയേറ്ററിലെത്തി കേട്ടോ. നമ്മളിന്ന് സിനിമയ്ക്കാണ് വന്നത് കേട്ടോ. ഏത് മൂവിയാണെന്ന് ഇപ്പം ആർക്കും പറയേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ അകത്തേക്ക് കയറാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് AC സൈഡ് വേണ്ടാന്ന്. കാരണം ഇപ്പോൾ ഈ അടുത്തതായിട്ട് പുതുക്കി പണിതാണ് കേട്ടോ ഈ തിയേറ്റർ. അപ്പോഴത്തേക്ക് AC നല്ല തണുപ്പാണ്. നമ്മളങ്ങനെ ഈ AC അലർജിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഒരു മൂലയ്ക്ക് അങ്ങ് വെച്ച് പിടിച്ചു കേട്ടോ. നാലാളും കൂടെ അങ്ങനെ എല്ലാവരും കൂടെ വന്ന് സിനിമ കാണാനിരിക്കുക. യവൻ ഈ സീറ്റിലിരുന്ന് ഞെരിപിരി കൊള്ളുന്ന എന്താണെന്നറിയാമോ? നമ്മളിങ്ങനെ നല്ലപോലെ വെയിറ്റുള്ള ആൾക്കാർ ഇങ്ങനെ ചാരി ഇരുന്നാലേ ബാക്കിലോട്ട് സീറ്റ് പോകത്തുള്ളൂ. യവൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. അവൻ ഈ മസിലും പെരുക്കിയിരുന്ന്
ബാക്കിലോട്ട് നല്ലപോലെ പുഷ് ചെയ്യണമുണ്ട്. സംഭവം പോകുന്നില്ല. അങ്ങനെ നമ്മൾ ദൃശ്യം മൂവിയാണ് കാണാൻ വന്നിട്ടുള്ളത്. ദൃശ്യമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ തിയേറ്റർ വിട്ട് പോവുകയാണ് കേട്ടോ. ദൃശ്യം മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡ് ഒരു വൈബൊന്നും തേർഡിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. എന്തായാലും കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം, അത്രേ ഇതുള്ളൂ. പക്ഷേ ആ ഫസ്റ്റത്തെയും സെക്കൻഡിൻ്റെയും അത്രയും അങ്ങ് പോയില്ല കേട്ടോ. പിന്നെ നമ്മൾ പടം കണ്ട് വീണ്ടും നമ്മുടെ നാടിൻ്റെ രാജവീതിയിലൂടെ നടന്ന് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.